ഗൈസ്, എന്തൊക്കെയാണ് സുഖല്ലേ? വെൽക്കം ടു ബാൻഡ് സ്ക്വാഡ്. ഇന്നത്തെ പ്രയാണം എങ്ങോട്ടാണെന്നല്ലേ? ഇന്ന് നമ്മൾ എല്ലാവരും കൂടെ തിരൂർ പോകാൻ കേട്ടോ. അവിടെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു പ്രോഗ്രാം ഉണ്ട്. തിരൂർ ടൗൺ ഹാളിൽ വെച്ചിട്ടാണ് കേട്ടോ പ്രോഗ്രാം. കേരള വിഷൻ 2025 കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ് അവാർഡ് ഷോയിലേക്കാണ് നമ്മളെ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പം അവിടെ ഓൾറെഡി പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. അപ്പം അതിൽ നമ്മളുടെ ഒരു ഐറ്റം കൂടി ചെയ്യാൻ വേണ്ടി അവർ വിളിച്ചതായിരുന്നു. അപ്പം നമ്മൾ കളിക്കാൻ പോകുന്നത് പഴയൊരു 80s കാലഘട്ടത്തിലെ ഒരു സോങ് വെച്ചിട്ടാണ്. ആ ഒരു ലുക്കിലാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. നമ്മൾ ഫറൂഖിൽ നിന്നാണ് ട്രെയിൻ കയറിയിട്ടുണ്ടായിരുന്നത്, ഫറൂഖ് ടു തിരൂർ. ഞങ്ങൾ ഈ ഓട്ടപ്പാച്ചിലിനുള്ളിലെ ഒരു ചെറിയൊരു കഥ ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ കയറിയ ബോഗിയിൽ ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ അവിടെ ഒരു ചായ തരാൻ വരുന്ന ചേട്ടൻ പറഞ്ഞ്, നോക്ക് നിങ്ങളെ ബോഗീൻ്റെ അടുത്തുള്ള ബോഗിയിൽ അവിടെ വലിയ തിരക്കൊന്നുമില്ല, ഒഴിവാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കയറിയ ബോഗിയിൽ നിന്നാണ് നമുക്ക് ഇറങ്ങാനൊരു ടെൻഷൻ, ഇതിപ്പോൾ എടുക്കുമെന്നുള്ളത്. അപ്പം ഞങ്ങൾ തക്കത്തിന് കണ്ണ് പൂട്ടി ഒന്നും നോക്കിയിട്ട് അതങ്ങ് ഇറങ്ങി ഞങ്ങൾ പാഞ്ഞ് അവിടെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇനി ഞാൻ എൻ്റെ കൂടെ വന്നവരെ പരിചയപ്പെടുത്തി തരാം. എൻ്റെ അടുത്ത് നിൽക്കുന്നത് അശ്വതിൻ്റെ അടുത്ത് നിൽക്കുന്നത് ശിശിര. ഇപ്പോൾ കാര്യം പിടികിട്ടില്ലേ? ഇനി ഇതുപോലെ ബാക്കിയുള്ളവർ ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ട്രെയിനിൽ നിന്ന് എൻ്റെ റെയിലെടുത്തപ്പോഴേക്കും തിരൂരെത്തി. ഇവിടുന്ന് ഫറോക്കൊന്നും വലിയ ദൂരമൊന്നുമില്ല കേട്ടോ അങ്ങോട്ട്. അപ്പോൾ ഞങ്ങളുടെ യാത്രയൊക്കെ സുഖമായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇതാ തിരൂർ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് നേരെ നമ്മൾ പോകുന്നത് ടൗൺ ഹാളിലേക്കാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചു. ഞങ്ങൾ കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇനി അവിടെ പോയി കഴിഞ്ഞ് നമുക്ക് കിട്ടുമെന്നൊന്നും അറിയില്ല. അപ്പോൾ മുന്നേ നമ്മൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം, കാരണം ഡയറക്റ്റ് ഇനി മേക്കപ്പ് ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. സ്റ്റേഷനിൽ ഇറങ്ങി ഞങ്ങളിതാ തിരൂരങ്ങാടിയിലേക്ക് കയറാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വല്ല ഓട്ടോ കിട്ടുമോ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഓട്ടോക്കാർക്കൊക്കെ ഭയങ്കര ബിസിയാണ്, ചെറിയ ഓട്ടോ ഒന്നും തരുന്നില്ല. അതുകൊണ്ട് നമ്മൾ നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ലൊരു ഹോട്ടൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മോർണിംഗാണ് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് ഹോട്ടലൊക്കെ ഓപ്പൺ ചെയ്യുന്നേ ഉള്ളൂ. ഈ മുഖം നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും അല്ലേ? ബട്ട് എന്നാലും ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഡാൻസ് ടീച്ചർ ദിവ്യേച്ചി. അങ്ങനെ കറങ്ങി നടന്ന് ഞങ്ങളിതാ ടൗൺ ഹാൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. ആ ടൗൺ ഹാളിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ബേക്കറുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങളൊരു ചായ കുടിച്ചിട്ട് വരാം ഗൈസ്. ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ജ്യൂസാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ജ്യൂസ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കു ജ്യൂസാണ്. ചിക്കു ജ്യൂസ് വിത്ത് പപ്സ്. എങ്ങനെയുണ്ട് കോമ്പോ? അപ്പോൾ ഞങ്ങളതൊന്ന് കഴിച്ചിട്ട് വരാം. ആദ്യം പപ്സാണ് ഇവിടെ എത്തിയത്. പപ്സ് പിന്നെ ഓൾറെഡി ആ ചില്ലുംകൂട്ടിലുണ്ടായിരുന്നു. പിന്നെ ജ്യൂസ് അടിക്കാൻ ഒരിത്തിരി ടൈം എടുത്തു. ഞാൻ ഈ അശ്വതിനെയും ശിരനെയും ദിവ്യേച്ചിനെയും ഫുഡ് കഴിക്കാൻ നേരം വൈകിപ്പിച്ച്. എന്താ സംഭവം എന്ന് പറയാം, ഈ ഫുഡ് വ്ളോഗേഴ്സിന് ഒരു പ്രോബ്ലം ഉണ്ട്. ഈ ഫുഡൊക്കെ വന്ന് അതിന് നമ്മൾ വീഡിയോ എടുത്ത് 2 ക്ലിക്കൊക്കെ എടുത്തിട്ട് അവരെ കഴിപ്പിക്കുള്ളൂ. ദ സെയിം തിങ് ഇവിടെ നടന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ വയറൊക്കെ ഫുള്ളായി ഞങ്ങളിതാ ടൗൺ ഹാളിലേക്ക് പോവുകയാണ്. ഫ്രണ്ടിൽ തന്നെ അവരുടെ പ്രോഗ്രാമിൻ്റെ ഫ്ലക്സൊക്കെ വെച്ച് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഐശ്വര്യമായിട്ട് വലത് കാലം വെച്ചിട്ട് അങ്ങോട്ട് കയറാം. അവിടെ എത്തി നേരെ കയറി ചെല്ലുന്നത് വെൽക്കം ഡ്രിങ്കിലേക്കാണ് കേട്ടോ. ഒരു പഴത്തിൻ്റെ ജ്യൂസ്, പഴം വിത്ത് നട്ട്സ്, അങ്ങനെ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടൊരു ജ്യൂസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ പപ്സും ജ്യൂസും കുടിച്ചപ്പോൾ തന്നെ മനുഷ്യൻ്റെ വയറ് പറഞ്ഞു. പിന്നെ അവർ തന്നതല്ലേ, അപ്പോൾ കുടിച്ചില്ലെങ്കിൽ മോശമല്ലേ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അത് കുടിച്ചു. ഇനി നമ്മൾ നേരെ പോകുന്നത് മേക്കപ്പ് റൂമിലേക്കാണ് കേട്ടോ. സ്റ്റേജൊക്കെ കണ്ട് അടിപൊളി സ്റ്റേജാണ്. എന്താ പറയുക, നല്ല നീറ്റായിട്ടുള്ളൊരു ടൗൺ ഹാളാണ് കേട്ടോ. എല്ലാ ഓഡിയൻസിനും നല്ല അടിപൊളിയായിട്ടിരുന്ന് കാണാൻ പറ്റും. സ്റ്റേജ് ആണെങ്കിൽ പോലും ഡെക്കറേഷനും ആ ഒരു ആംബിയൻസൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം ഇനിയിപ്പോൾ നമ്മളെന്തായാലും മേക്കപ്പിലേക്കുള്ള കാര്യങ്ങളൊക്കെ കിടക്കട്ടെ. നമ്മളിനി നേരെ പോകുന്നത് മേക്കപ്പ് റൂമിലേക്കാണ് കേട്ടോ. നമ്മളെപ്പോലെ തന്നെ ഒരു ടീം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവരത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ മേക്കപ്പ്.
അതുകൂടാതെ തന്നെ ഇവിടെ ഉള്ളവർ തന്നെ കളിക്കുന്നുണ്ട്. അപ്പോൾ അവർ അവിടെ നിന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ വേറെ അവർ സ്വന്തമായിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നിട്ട് മേക്കപ്പ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെ പണിയിൽ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും അവരതൊക്കെ കഴിഞ്ഞിട്ടാണ് മേക്കപ്പുള്ളത്. അപ്പോൾ ഞങ്ങളെ ഡാൻസിൻ്റെ സ്റ്റെപ്പൊക്കെ ഒന്ന് റിമൈൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഫസ്റ്റിൽ കൈകൊട്ടി കളിക്കുന്നില്ലേ, അതാണ് അമ്ലേച്ചി. അമ്ലേച്ചിൻ്റെ അടുത്ത് ഇങ്ങനെ തല ഇളക്കിയിരിക്കുന്നില്ലേ, അതാണ് നിമിഷം, ഞങ്ങളെ മണവാട്ടിയാണ്. ഗൈസ്, നമ്മുടെ ശിശിരത എക്സ്ക്ലൂസീവ് ന്യൂസ് കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ എടുത്തിരിക്കുന്ന ഒരു ചേട്ടൻ ഒരു കുട്ടീനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ചേട്ടൻ ആരാണെന്നറിയോ? നമ്മൾ ഈ റീൽസിലൊക്കെ ഡാൻസ് ചെയ്യുന്നില്ലേ, ക്ലാസിക്കൽ അശ്വ എന്നാണ് പേര്. അപ്പം നമ്മൾ ഇങ്ങനെ ആ പാട്ടിൻ്റെ ലിറിക്സ് ഒന്നും എനിക്കറിയില്ല, പക്ഷെ ആ ഒരു പാട്ടിൽ മൂപ്പർ അടിപൊളി. ആ വീഡിയോ നല്ല വൈറലായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം അതിൽ കളിക്കുന്നതായിരുന്നു. നമുക്ക് പെട്ടെന്ന് മനസ്സിലായില്ലേ, പക്ഷെ കണ്ടത് വളരെ സന്തോഷം. നമ്മൾ പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ ഇനിയിപ്പോൾ അതർവൈസ് ഈ വീഡിയോ കാണുകയാണെങ്കിൽ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. ഇനി അടുത്ത പരിപാടി മെഹന്തിയുടെയാണ് കേട്ടോ. നമ്മളെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 80s കാലഘട്ടത്തിൽ കല്യാണമുണ്ട്, കല്യാണ തലേന്ന് അതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ എന്തായാലും മൈലാഞ്ചി മസ്റ്റ് ആണെന്നല്ലോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചോക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബി മൈലാഞ്ചിയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് ഇട്ട് കഴിഞ്ഞാൽ അതിനത്ര സമയം വേണ്ട, പെട്ടെന്ന് ചോക്കും, നമുക്കത് വാഷ് ചെയ്ത് കഴിഞ്ഞാലും കയ്യിലുണ്ടാവും. മൈലാഞ്ചി കിട്ടി കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ വെറുതെ ഇരുന്നിട്ട് ബോറടിക്കുക. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ എന്തായാലും പരിപാടി നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ നല്ല നല്ല പരിപാടികളാണ്, അതൊക്കെ ഇരുന്ന് കാണാമെന്ന് വിചാരിച്ചു. ദേ പാട്ടിങ്ങനെ ആസ്വദിച്ചിരുന്ന് കാണുന്ന ഒരാളുണ്ട് ഇവിടെ. ഇതാരാന്നറിയാം? ഇതാണ് നീത്തേച്ചി. ഞങ്ങൾ നേരത്തെ മേക്കപ്പ് ചെയ്യുന്നു വിചാരിച്ചിട്ടാണ് കേട്ടോ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ മേക്കപ്പും നടന്നില്ല, അവർക്ക് ഇതുവരെ കഴിഞ്ഞില്ല. അപ്പോൾ ഇനി അടുത്തത് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് എന്തായാലും ഇരിക്കുക വിചാരിച്ചു. അപ്പോൾ പിന്നെ മേക്കപ്പ് അപ്പം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് മേക്കപ്പ് ചെയ്തിട്ട് ഫുഡ് കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അവിടെ താഴെ തന്നെ ഉണ്ടായിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെ നല്ല ബിരിയാണി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നല്ലൊരു ഹോൾ കേട്ടോ. താഴെ തന്നെ നമുക്കൊരു ഫുഡ് ഏരിയ ഉണ്ട്. ഫുഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്തിട്ട് എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്നൊരു ഏരിയ ആണ്. അപ്പം അവിടെ നിന്ന് കഴിക്കാനും നല്ലൊരു സുഖം ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെന്തായാലും ഞങ്ങൾക്ക് പറ്റിയ സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് സ്പെഷ്യൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ബിരിയാണി, പിന്നെ ചിക്കൻ പൊരിച്ചത്, പിന്നെ അച്ചാർ, അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നല്ല ബിരിയാണി കേട്ടോ, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മേലേക്ക് കയറി. സ്റ്റേജിൽ പ്രോഗ്രാം ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് ഒരു ഡാൻസ് പ്രോഗ്രാം ഈവനിങ് പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇപ്പം ഓൾറെഡി തുടങ്ങി വെച്ചിട്ടുണ്ട്. നമ്മുടെ മീര ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട്, ആങ്കറിങ് മീര ചേച്ചി. അപ്പോൾ ഇനി കുറച്ച് അവാർഡ്സൊക്കെ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഡാൻസും ഉണ്ട് ഇടയിൽ. അപ്പോൾ അവാർഡും ഡാൻസും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ നമുക്ക് ഇനി മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞങ്ങളെല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് സെറ്റപ്പായിട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഓരോരുത്തരായിട്ട് മേക്കപ്പും ഹെയറിലേക്കുള്ളതും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഡ്രസ്സിങ്ങൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങളിതാ സെറ്റായിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അത് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ദിവ്യ ചേച്ചീൻ്റെ മേക്കപ്പാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അങ്ങനെ വഴിക്ക് ഓരോരുത്തരുടെ മേക്കപ്പും ഹെയറും പിന്നെ അതിലേക്കുള്ള ഓർണമെൻറ്റ്സും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. ഇതാണ് നമ്മൾ ഓർണമെൻറ്റ്സ്. പിന്നെ ഹെയറിലേക്കുള്ളതുണ്ട് കേട്ടോ. നമ്മൾ 2 ഭാഗം പിന്നിയിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ താഴത്ത് കുഞ്ചലം കെട്ടുന്നുണ്ട്. ഇപ്പോൾ അശ്വതി 1 സൈഡ് പിന്നിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ലേസ് വരുന്നുണ്ട്. അപ്പോൾ ആ ലേസും കൂടി വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു പഴയ ലുക്കാവും. ഇതൊക്കെ മെയിൻലി നമ്മൾ ഈ സെറ്റപ്പൊക്കെ സെറ്റ് ചെയ്തത് ദിവ്യേച്ചിയാണ് കേട്ടോ. നമ്മൾ ഈ ഡ്രസ്സിൻ്റെ ആ ഒരു ഇതൊക്കെ ഐഡിയ ദിവ്യേച്ചിനാണ്. പിന്നെ നമ്മൾ ഡാൻസൊക്കെ കൊറിയോഗ്രാഫ് ചെയ്ത ദിവ്യേച്ചിയാണ് കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഞാൻ നമ്മുടെ ഡാൻസിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞെങ്കിലും ഇപ്പം നമ്മുടെ കോസ്റ്റ്യൂം കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടിട്ടുണ്ടാവുമല്ലോ. എങ്ങനത്തെ ടൈപ്പ് ഡാൻസ് ആയിരിക്കും, എന്തായിരിക്കും അവർ കളിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ നമ്മളെ പാട്ട് വന്നിട്ട് കന്നിപ്പാളുങ്കെ പൊന്നിൻ കേനാവെ ആ പാട്ടും പിന്നെ കസ്തൂരി തൈലമിട്ട് ആ ഒരു പാട്ടും കൂടെ മിക്സ് ആയിട്ടാണ് ഞങ്ങൾ കളിക്കുന്നത്. നമ്മളുടെ എല്ലാവരുടെയും മേക്കപ്പൊക്കെ അവർ തന്നെയാണ് കേട്ടോ പ്രൊവൈഡ് ചെയ്തത്. പിന്നെ അവിടെ മേക്കപ്പ് ചെയ്യാൻ 2 ചേട്ടന്മാരും പിന്നെ ഹെയർ ചെയ്യാനൊരു ചേട്ടൻ, അങ്ങനെ 3 പേരും കൂടാണ് നമ്മളെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. പിന്നെ അധികം ലേറ്റ് ആയപ്പോൾ നമ്മൾ തന്നെ ഇറങ്ങി ഓരോരുത്തർ ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ടേ.
എന്താ വെച്ചാൽ അവിടെ ഒരു ടൈം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ തന്നെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കഴിയേണ്ട. ഒരു ലൈവ് പ്രോഗ്രാം ആകുമ്പോൾ നമ്മളെല്ലാം പെട്ടെന്ന് ഷടപടേന്ന് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഈ എൻ്റെ വോയിസ് തന്നെയല്ല ഇങ്ങനെ കേട്ടോണ്ടിരിക്കണേ. ഇനി കുറച്ച് ആ വീഡിയോയിൽ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ വോയിസ് ഉണ്ട്, അതോടെ ഒന്ന് കേൾക്കാം. ആ കലബില സൗണ്ട്. തൽക്കാലത്തേക്ക് ഇത്ര മതി, ഇനി ബാക്കിയുള്ള ഞാൻ തന്നെ പറഞ്ഞോളാം. അങ്ങനെ മേക്കപ്പിൻ്റെ ഇടയിൽ നമ്മുടെ ജിനിച്ചേട്ടൻ വന്നിരിക്കുകയാണ്. ദിവ്യേച്ചിൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളുടെ മേക്കപ്പ് ഏകദേശം കഴിയാനായിട്ടുണ്ട്. എല്ലാവരുടെ ഹെയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഹെയറൊക്കെ സെറ്റ് ചെയ്ത് തട്ടൊക്കെ ഇട്ട് മൊഞ്ചത്തി കുട്ടികളായിട്ട് നമ്മളെ പഴയ 80s കാലഘട്ടത്തിൽ നടികളായി ഞങ്ങളിതാ വരികയാണ് ഗൈസ്. ഞങ്ങളത് റെഡി ആയിട്ട് സെറ്റായിരിക്കുകയാണ്. ബാക്ക് സ്റ്റേജിൽ ഞങ്ങളിതാ പ്രാക്ടീസൊക്കെ ചെയ്തിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഓരോ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്തിട്ട് അവിടെ ഓരോ അവാർഡ്സൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ സീരിയൽ ആക്ട്രസും ആക്ടറും വന്നിട്ടുണ്ടായിരുന്നു. ഒരു ജിഷിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് നേരിൽ കാണാൻ പറ്റി. അപ്പോൾ ഞങ്ങൾ ഒരു സ്റ്റേജ് ഫിയർ ഉണ്ട്, പക്ഷെ എന്നാലും കളിക്കണമെന്നുണ്ട്. എല്ലാം കൂടി മിക്സായിട്ട് ഞങ്ങൾ ഓരോ കഥയൊക്കെ പറഞ്ഞിരിക്കുക, അതൊക്കെ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട്. ഗൈസ്, ഞങ്ങളെ പ്രോഗ്രാം എന്താ തുടങ്ങാൻ പോവാണ് കേട്ടോ, ഡാൻസ് പ്രോഗ്രാം. അപ്പോൾ മീര നമ്മളെ ആങ്കറിങ് ചെയ്തിട്ട് വേദിയിലേക്ക് ക്ഷണിക്കാൻ പോവാണ് കേട്ടോ. നൃത്യതി സ്കൂൾ ഓഫ് ഡാൻസ് ആണ് ഇത് അവതരിപ്പിക്കാനായിട്ട് വേദിയിലെത്തുന്നത്. നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് നൃത്യതി ടീമിനെ നമുക്ക് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഗൈസ്, പാട്ടില്ല ഒന്നും വിചാരിക്കരുത്, യൂട്യൂബ് ആയതുകൊണ്ട് കോപ്പിറൈറ്റ് കളിക്കും. പിന്നെ പാട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. തൽക്കാലം നിങ്ങളത് പാടിയിട്ട് ഞങ്ങൾ കളിക്കണ പോലെ അങ്ങോട്ട് ഫീൽ ചെയ്യട്ടെ.
വേണ്ടി ഇവിടെ എത്തി പെർഫോം ചെയ്തു. ഇനി ഇതാ വീണ്ടും ഞങ്ങളുടെ ഇന്നത്തെ കിലോ ബസാർ പവർഡ് ബൈ യൂറോടെക്, ഞങ്ങളുടെ കേരള വിഷൻ, കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ്. പരിപാടിയൊക്കെ നല്ല ഉഷാറായിട്ട് കഴിഞ്ഞിട്ടോ. ഞങ്ങൾ ആസ്വദിച്ച് ഡാൻസൊക്കെ ചെയ്തു. ഇനി അടുത്ത കലാപരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ പൊട്ടിയിട്ടതൊക്കെ ഞങ്ങൾ തുടച്ച് മാറ്റി പഴയ രൂപത്തിലേക്ക് ആക്കണം. നമ്മൾ ഇവിടുന്ന് തന്നെയാണ് ഇതൊക്കെ ക്ലീൻ ചെയ്ത് ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് പോകുന്നത്. ഇനി അടുത്ത പരിപാടി അതാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ മേക്കപ്പും ഡ്രസ്സിങ്ങും ഒക്കെ റിമൂവ് ചെയ്ത് പഴയ രൂപത്തിലേക്ക് ആക്കാൻ പോവുകയാണ്. അങ്ങനെ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ ചായ ഉണ്ടായിരുന്നു കേട്ടോ. ചായയും പിന്നെ ബജ്ജി, ബനാനല്ല പഴംപൊരി, അങ്ങനെ കടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് നമ്മളിതാ പിരിയുവാണ്. ഇവിടുന്ന് നേരെ നമ്മൾ ബസ് കയറി എല്ലാവരും അവനവൻ്റെ വീട്ടിലേക്ക് തിരിയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.